എടി എടി നിന്റെ കാലി കൊണ്ടുവന്ന കൈ കൊണ്ടുവന്ന കൈ കൊണ്ടുവന്ന കൈ പിടിച്ചോണം. അച്ഛാ, അവനൊരു മഹാഭാവിയാണ്. കൊലപാതകം 12 വയസ്സുള്ള പെൺകുട്ടിയുടെ ജീവൻ എടുത്താണ്. ഇവനൊന്നും രക്ഷപ്പെടാൻ പോണില്ല. ഞാൻ നാളെ വീണ്ടും വരാം. സുഖമാണോ എല്ലാവർക്കും? സുഖമായിരിക്കുന്നു. ആ കൊലപാതകയായ ഫ്രാൻസിനിയുടെ വധശിക്ഷ നടപ്പിലാവാൻ പോകട്ടെ. അയാളത് അർഹിക്കുന്നു. കുറേ പേരെ കൊന്ന അവനോട് യാതൊരു ദാക്ഷിണ്യവും പാടില്ല. ചെയ്ത പാപത്തിൽ അവന് യാതൊരു പശ്ചാത്താപവും ഇല്ലെന്നാണ് കേട്ടത്. ശിക്ഷിക്കാൻ വന്ന വൈദികനെ പോലും തിരസ്കരിച്ചു. കൊച്ചു, എന്താ നിന്നെ വിഷമിപ്പിക്കുന്നത്? കേട്ടില്ലേ, ഫ്രാൻസിനിയുടെ വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നു. നല്ല കള്ളന് രക്ഷ കിട്ടിയ പോലെ ഫ്രാൻസിനിക്കും രക്ഷ കിട്ടില്ലേ? എനിക്ക് പ്രത്യാശയുണ്ട്. നമുക്കതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം. വേഗമാ. കർത്താവ്, ഞാൻ ദൃഢമായി ശരണപ്പെടുന്നു. അങ്ങ് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് മരിച്ചതും ഉയർത്തതും. അങ്ങയുടെ സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും യോഗ്യത ഫ്രാൻസിനിയുടെ മാനസാന്തരത്തിനും രക്ഷയ്ക്കുമായി ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവ്, ഫ്രാൻസിനിയോട് കരുണ കാണിക്കണം. മരിക്കുന്നതിന് മുമ്പ് മാനസാന്തരപ്പെട്ട് അങ്ങിലേക്ക് തിരിയാൻ കൃപ ചൊരിയണം. എൻ്റെ കർത്താവ്, ഫ്രാൻസിനിയോട് കരുണ കാണിക്കണം. ഫ്രാൻസിനിയോട് കരുണ കാണിക്കണം. ആ കുരിശ് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. ആ കുരിശ് കൊണ്ടുവരും. ഫ്രാൻസിനെ അങ്ങ് രക്ഷിച്ചു. 3 തവണ അങ്ങ് അവനെ ചുംബിച്ചു. വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാനും അനേകം ആത്മാക്കളെ രക്ഷിക്കാനും എനിക്ക് കിട്ടിയ ദൈവവിളിയാണിത്. ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച്